എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ആന ഉണ്ടാക്കിയത് എന്ന് ഏകദേശം വ്യക്തമാകുന്നതാണ്. കാർ കുത്തിമറിക്കുന്നു. ലിഷോയ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, ആ വാഹനത്തിന്റെ കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടാകും. അവിടുന്ന് പിന്നെ ആന ഈ മതിലിനിടയിലാണോ ആന പിന്നീട് നിലയുറപ്പിച്ചത് ലിഷോയ്? അതായത് ദിവിഷെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് അതിൽ ആ കാറിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഈ കാറ് ഓടിച്ചു വരുന്ന സമയത്താണ് ആന എതിർദിശയിലൂടെ വന്നത്. ആ ഒരു സമയത്താണ് ആന നേരെ ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നത് ആന കൊമ്പുകൊണ്ട് കുത്തിയതാണ്. കൊമ്പുകൊണ്ട് നേരെ കുത്തി ഈ വാഹനം നേരെ മറിച്ചിടുകയാണ് ചെയ്തത്. ഈ കൊമ്പുകൊണ്ട് ഇവിടെ കുത്തി മറിച്ച് നേരെ മറിക്കാനായി ഒരു ശ്രമം നടത്തി. അത് ഒരു തവണ പൊങ്ങിയതിന് ശേഷം വാഹനം വീണ്ടും അവിടെ ഇരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വരുമ്പോൾ മറിച്ചിട്ട് ഈ വ്യക്തിയാണ് അതിലുള്ളിലുണ്ടായിരുന്നത്. ഓഫീസിലേക്ക് പോയിരുന്നു രാവിലെ. എൻ്റെ പേരെന്താ? സംഗീത. ഓഫീസിലേക്ക് പോവായിരുന്നു. ആ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു ടേണിംഗ് പോയിന്റിലെത്തിയപ്പോൾ പിള്ളേർ കുറച്ച് പേര് സ്കൂട്ടറിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി റിവേഴ്സ് എടുക്ക്, ആന വരണ്ടാന. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ ഇവിടെ ഒരു കാർ റിവേഴ്സ് എടുത്ത് നിൽക്കായിരുന്നു. ബാക്കിൽ മോള് സ്കൂട്ടറും കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കിനി എങ്ങോട്ടും പോകാനില്ല. ആന അടുത്ത് എത്താറായപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നീ പൊക്കോ, ആന വരുന്നു പൊക്കോ. അപ്പോൾ അവൾക്ക് മനസ്സിലാവില്ല, പോന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആന അടുത്ത് തന്നെ പൊക്കി ഇതാക്കി ഈ വക അവസ്ഥയിലാക്കിയിട്ട് ഇട്ടു. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പിള്ളേർ വന്നിട്ടാണ് എന്നെ വലിച്ച് അങ്ങോട്ട് എടുത്തത്. ആ ഡോറ് കൂടെയാണ് എടുത്തത്. ഭയന്ന് വിറച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല. വണ്ടിയുടെ ലോക്കായ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അതിനുശേഷം ആന അങ്ങോട്ടേക്ക് പോയി. ഈ വഴി പോയപ്പോഴാണ് അത് കൂടെ എടുത്തത്. വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ആ സമയത്ത് ചേച്ചി അതിന് മുമ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ആ ഒരു ഭയാനകമായൊരു അവസ്ഥയാണ് ദിവിഷ്. കാരണം ഒരു കാരണവശാലും ഈ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഈ കാറിനകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അവരെന്തായാലും രക്ഷപ്പെട്ടത്. ഈ കാറിൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായും മുൻവശവും പുറകുവശവും ഒക്കെ തകർന്ന് ചില്ലൊക്കെ തകർന്നിട്ടുണ്ട്. ആ ആന എത്രത്തോളം ഒരു ഫോഴ്സിലാണ് കുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. കാരണം ആ കൊമ്പ് ശരിക്കും ആ കാറിനകത്തേക്ക് ആഴ്ന്നു പോയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ഇവർക്ക് പരിക്കൊന്നും ഏറ്റില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആദ്യം ഒന്ന് കുത്തിമറിച്ചിടാൻ ശ്രമിച്ചു. അതിനുശേഷം ആന എതിർദിശയിലേക്ക് ഓടി. അതിനുശേഷം വീണ്ടും വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇങ്ങനെ വീണ്ടും ഒന്നുകൂടി കുത്തി മറിച്ചിടാനുള്ള ശ്രമം നടന്നത്. അപ്പോൾ ഈ രണ്ട് മതിലുകൾക്കിടയിൽ, ഇതിനപ്പുറത്തൊരു മതിലുണ്ട്, ആ മതിലുകൾക്കിടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ CCTV ഉണ്ട്. ഈ കാണുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഈ ക്യാമറയിൽ കൃത്യമായി ആന അവിടെ നിന്ന് വരുന്നതും അതുപോലെ തന്നെ ഈ കാർ തൊട്ട് പുറകിലാണ് ഉണ്ടായിരുന്നത്. ആ കാറൊക്കെ തന്നെ ഭാഗ്യമല്ലാതെ എന്ത് പറയാൻ, ആ വാഹനത്തിനുള്ളിലായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ആന കുത്തിയങ്ങ് മറച്ചിടുമ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ്. എന്തായാലും വേറെ അപകടങ്ങൾ ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം.